എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് പാലക്കയത്ത് പോവുകയാണ്. നമ്മുടെ ടിജോയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ എന്താ നല്ല മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടംഷനൊക്കെ കഴിഞ്ഞു നല്ല ദമ്മായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങനെ പോവുകയാണ് നേരെ പാലക്കയത്തോട്ട്. ഞങ്ങൾ ബൈക്കിൽ ഇറങ്ങാമെന്ന് ചോദിച്ചു. ബൈക്കിൽ ഇറങ്ങാമെന്ന് ചോദിച്ചപ്പോൾ നല്ല മഴയോട് മഴയാണ് മഴ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് നടപടി വരും. പക്ഷെ ബൈക്കിൽ പാലക്കയത്തേക്ക് പോകണതാണ് വേറെ വൈബ്, അത് വേറെ കാര്യം. പക്ഷെ നടപടി ആവാത്തത് കൊണ്ടും അപ്പോൾ ഞങ്ങൾ ഗാർ എടുത്തു. അപ്പോൾ ഞങ്ങൾ നേരെ ഗാറിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരെ ഇനി നമ്മുടെ അബിനെടുക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അബിക്കുട്ടനെത്തി. അബിക്കുട്ടൻ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഷേപ്പാക്കി ഗേറ്റൊക്കെ അടച്ചിട്ട് പോരുകയാണ്. ഓ നീ കേറുമത്തേ, നീ കേറ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മഴ കുറയും ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ മഴ അല്ല ലഭ്യേ പണി പാടി. എന്നാലും വിഷയല്ല വേണ്ട അച്ഛനെ റെയിൻകോട്ട് എടുത്തിട്ടുണ്ടല്ലേ. ഓ ഏതാ വൈഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതായിരിക്കും പാലക്കയും നമുക്ക് പ്രാവശ്യം പൊരിക്കും നമ്മൾ ലബി. അപ്പൊ ഞങ്ങൾ വേറെ ഊടുവഴി കൂടെ ഞങ്ങൾ പോകാൻ പോകുന്നത്. ഓ കുളം വേറെ, അത് വേറെ കുളം, അതിലൂടെ നമ്മൾ പോകുന്നത്. സ്ട്രെയിറ്റ് കുളം. ഈ വീട്ടിലത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു വണ്ടി പോയി കഴിയുമ്പോൾ ഈ വെള്ളം ഫുള്ള് ആ വീട്ടിൽ കയറും. അതാണ് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ. അബി പറയൂ. കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളൊരു എന്താണ് പ്രശ്നമാണ്. കാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ. അത് ആ വീടിന്റെ മുന്നിൽ തന്നെ, വേറെ എവിടെ അല്ല, ആ വീടിന്റെ മുന്നിൽ തന്നെ അല്ലേ? അതെ. അത് രണ്ട് റോഡ് ഇങ്ങനെ വന്നിട്ടൊരു എല്ലായിടത്തുനിന്നുള്ള വെള്ളം ഒരൊറ്റ സ്ഥലത്തേക്ക് അതിന്റെ ഒരു ഇതാണ് അതിന്റെ ഒരു ഇതായത് കൊണ്ടാണ് അതങ്ങനെ. അല്ലാത്ത പക്ഷം അത് അങ്ങനെ ആവത്തില്ല. അല്ല, ഇത് വേറെ മാതിരി ആവത്തുള്ളൂ. ഞാൻ ഇപ്പൊ കഴിഞ്ഞു ഫുള്ള് യൂട്യൂബ് മച്ചു. എന്തല്ലേ കണ്ടോണ്ടിരിക്കല്ലേ മച്ചു. അങ്ങനെ ഞങ്ങൾ പാലക്കയത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ബിക്കുട്ട? അതെ, പാലക്കയം കോട വന്നു. കോട അപ്പൊ ഞങ്ങൾ നേരെ ടിജോന്റെ അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പാലക്കയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ള് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സ്ഥലം നല്ലൊരു ഓഫ് റോഡ് ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൂടെ ഇപ്പോൾ പോകാൻ പറ്റില്ല. അവിടെ നിറച്ച് വെള്ളം കയറിയില്ലെങ്കിൽ നമ്മൾ പൊളിക്കാമായിരുന്നു. ഇപ്പോൾ നമുക്ക് പൊളിക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ വെള്ളം കയറിയുണ്ട്. വെള്ളമായിട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നോക്കൂ, അങ്ങോട്ട് നോക്കൂ, എന്താണ് ക്ലൈമറ്റ്, എന്താ വൈബ്. പിന്നെ ഈ വഴി പോയി കഴിഞ്ഞാൽ എവിടെ എത്തത്തില്ല, ആ വഴി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വീടിൻ്റെ അവിടെ എത്തും. പക്ഷെ എന്താ ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നും പറയേണ്ട സുഹൃത്തുക്കളെ. നിങ്ങൾ പാലക്കയത്തോട്ടൊന്ന് വരണം. അതായത് വൈകുന്നേരം ഈ ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ നല്ല ടൈം ആകുമ്പോൾ നിങ്ങൾ വരണം. നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം പാലക്കയം എങ്ങനെയാണ്. സൂപ്പർ അല്ലേ എന്നറിയാം. അല്ലേ ബി? അതെ. ഓ ഇത് മറ്റൊരു മാതിരി ലിബിന്റെ മാതിരി. അതെ അല്ലേ ലിബി? അതെ അല്ലേ ബി? അതെ. നമുക്കിങ്ങനെ ചെറിയ കോട കിട്ടുന്നുണ്ട്. ആദ്യം ഞങ്ങൾ അട്ടപ്പാടിയിലോട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ അട്ടപ്പാടി ട്രിപ്പ് ഞങ്ങൾ ക്യാൻസലാക്കി. നേരെ ഞങ്ങൾ പാലക്കയത്തോട്ട് വെച്ച് പിടിക്കാന്ന് വിചാരിച്ചു. അതാ ഓരോ ടീംസ് സീൻ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അങ്ങോട്ട് നോക്കൂ അബി, അങ്ങോട്ട് നോക്കൂ. ക്യാമറമാന്റെ കൈയൊക്കെ നോക്കണം. ആള് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടായിരുന്നു അപ്പൊ പോയിരുന്നു. അപ്പുറത്തെ പറഞ്ഞു പോയി ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് ആളെ നിൽക്കണം. എന്തായാലും വൈബാണ്. ഏത് നമ്മളങ്ങനെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കും. ഓ കാണൂ പാലക്കയത്തെ ഭംഗി കാണൂ. സൂപ്പർ. ഇത് ഊട്ടിയല്ല, വയനാടല്ല, ഇതൊന്നുമല്ല, ഇത് പാലക്കയമാണ് സുഹൃത്തുക്കളെ. പാലക്കയം നമ്മുടെ മണ്ണാർക്കാട്. ഇതിലൊക്കെ പറയണല്ലോ, അത് സംഭവം അതാണ്. പക്ഷെ സമയം എത്ര ആയിട്ടുള്ളൂ? 5 മണി 5:15 ആയിട്ടുള്ളൂ. 5:15 ആയപ്പോ ക്ലൈമറ്റ് മാറി മക്കളെ. ഞാൻ ഊട്ടിക്കൊന്നും പോകണ്ട, ഇപ്പോഴേക്ക് വരിക.
ഇവിടെ വരിക, ചിൽ 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 ബഡി ചിൽ, എൻജോയ് മാടിಬೇಕು. റോട്ടിലുണ്ടോ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ മിനിറ്റ് ജീപ്പൊക്കെ തന്നെ ഉള്ളത്, ഒരു വിഷയമല്ല. അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവാം. എന്നാലും ഇവിടെ റോട്ടിൽ നിന്ന് മാറിക്കൂല, അതാണ് ഇവര്. നെഞ്ചത്തോടെ കയറ്റി പോകണം. എന്താ പേരൊക്കെ പറയാ, കാണൂ, അതല്ല കേട്ടോ, കാണൂ കാണൂ കാണൂ, പാലക്കയത്തിന്റെ ഭംഗി കാണൂ. വാവ്, സൂപ്പർ. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ ഒരു സ്പോട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അല്ലേ ബി? അതെ അല്ലേ ബി? അതെ, നമ്മുടെ ബുറാക്കിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്, നല്ല ക്ലൈമറ്റ്. ഊട്ടിയിലോട്ടോ വയനാട്ടിലോട്ടോ എങ്ങോട്ട് ചേക്കേറടാ, ഇവിടെ വന്നാൽ മതി. എടാ, അന്ന് ഞങ്ങൾ പോയത് ആ വഴിയടാ, ആ വഴിയില്ലേ, അതാ ആ വഴിയാണ് ഞങ്ങൾ താറുകൊണ്ട് പോയത്. ആ വഴി ഇത് കൂടി പോയില്ല, അങ്ങനെ ആ വഴി പോയത്. ആ വഴി പോയിട്ട് ഇത് ആ അരുവിയുടെ സൗണ്ടൊക്കെ ഇല്ലേ, അത് ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. ആ ഭാഗത്തുണ്ട്, സെറ്റപ്പാണ്. ക്യോട മഞ്ഞ്. ചിരി അല്ലേ ലിബി, അല്ലേ ബി? അതെ, അതാണിത്. മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ നമ്മൾ തന്നെ ടോപ്പ്. പക്ഷേ ഈ ഒരു ഇത് പറയുമ്പോൾ, അതായത് എന്തെങ്കിലും എമർജൻസി കേസൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് ഇത്, അല്ലെങ്കിൽ സെറ്റപ്പാ. ഏതാണ്ടോ നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഡോണ്ട് ഫീഡ് അനിമൽസ്. ശരിവാണി എക്കോ ടൂറിസം അല്ലേ? ഭംഗിയിൽ ഭംഗിയിൽ അതിമനോഹരമായ ഭംഗി അല്ലേ അബി? ഞങ്ങൾ എബിനും ലിബിനും, ജൂനിയർ എബിനും ലിബിനും അങ്ങനെ പറയാതെ അറിയത്തുള്ളൂ. ഈ ബുൾജറ്റിന്റെ ഡൈഹഡ് ഫാനാണത്. ഈ നെഞ്ചത്തുണ്ടല്ലോ ഈ ബുൾജറ്റിനെ തിരിച്ചിട്ടുണ്ട് അല്ലേ? അതെ, സെറ്റപ്പ് സ്ഥലങ്ങളാണ് മണ്ണാർക്കാട്. ഇപ്പോൾ പ്രകൃതിക്ക് പ്രകൃതി, അതേപോലെ തന്നെ ടൗണ് എല്ലാം ഒറ്റ കുടക്കീഴിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറയാം അത് മണ്ണാർക്കാട്. എന്തോ മറ്റേ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ അല്ലേ, ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ മറ്റേ സംഭവം വന്നിരിക്കണേ, മണ്ണാർക്കാട് tourism.com എന്ന് പറഞ്ഞിട്ടുള്ളത് കാര്യം. സൈലന്റ് വാലി ട്രിപ്പ്, അങ്ങനത്തെ ട്രിപ്പൊക്കെ അല്ലേ, അതൊക്കെ ഇനി നമുക്ക് അവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് അങ്ങനെ. യെസ്, പെർമിഷൻ എടുത്തിട്ട് അങ്ങനെ എനിക്കറിയില്ല, ഞാൻ അതിന്റെ ബോർഡ് മാത്രം കണ്ടിട്ടുള്ളൂ. വിർജിൻ വാലി ഹൈലൈറ്റ് മാൾ വരുന്നുണ്ട്. പിന്നെ അടുത്തത് അകത്ത് അതിപ്പോ എന്ന് വരുമെന്നൊരു പിടുത്തം ഇല്ല. അല്ലാടാ ഇല്ല, 2028 ആകുമ്പോഴത്തേക്ക് എന്തായാലും ഒരു പ്രതീക്ഷ. അത് ഒരു തർപ്പണി കഴിഞ്ഞിട്ട് കുറെ കാലായി, പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവും അല്ലേ? വരും, വരാതിരിക്കൊന്നുമില്ല. അപ്പൊ ഞങ്ങള് കോടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നു, അത്രയും കോടല്ല. അതുകൊണ്ട് എന്താ, എല്ലാ ഭാഗവും തെളിഞ്ഞാണ്. അവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്, അവിടെ പള്ളി, അത് പള്ളി, അത് പള്ളി, ആ അത് പള്ളി. എടാ, ആ പള്ളിയുടെ അതിലൂടെ അങ്ങനെ കയറിപ്പോയി. ഈ റൂട്ടില്ലേ, ഈ റൂട്ട് ഇങ്ങനെ തിരിഞ്ഞ് പോണത്, അവിടെ ഒരു സംഭവം ഉണ്ട്, ആ ഒരു വെള്ളച്ചാട്ടുണ്ട്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പള്ളിയുടെ സൈഡിലൂടെ അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ ആ സൈഡിലൂടെയൊക്കെ പോണേ. തമിഴ്നാടൊന്നുമല്ല, നമുക്കിന് താഴത്തെത്താ. ഈ ചോരല്ലേ ഇത് കയറണ്ട, ഇതിന്റെ താഴത്ത് നമുക്ക് എത്താം. സെറ്റപ്പ് സ്ഥലങ്ങളാണ്. ഇപ്പൊ ഇതിലൂടെ തന്നെ ഒരു 2 വണ്ടികൾ പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിശ്വാസമല്ലാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തിയിരിക്കണേ അല്ലേ? അതാണ്, വേറെ ഒരു പ്രശ്നമല്ല അല്ലേ? ഇല്ല. അതെ. എന്നാലും കാർമേഘമൊക്കെ വരുന്നുണ്ട്, ഞങ്ങളിങ്ങനെ നിൽക്കാണ്. ഓ സെറ്റ്, അവിടെ കിടന്ന് കളിക്കുകയാണ്. ഞങ്ങൾ ഈ ലൊക്കേഷനിലോട്ട് മാറി. കാരണം അവിടെ ഞങ്ങൾക്കൊരു വൈബ് കിട്ടില്ല കാർ തുറന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞങ്ങൾക്കൊരു വൈബ്, ഏത് വൈബിന് ഞങ്ങൾക്ക് വേറെ തറയും കാര്യം നോക്കേണ്ട ആവശ്യമില്ല.
ഈ ഡോറാണ്ട് ഇതാക്കുക അങ്ങനെ ഇരിക്കുക. രാജകീയമായ ഇരുത്തും. ഓ രാജകീയമായ കാഴ്ചയും ലഭ്യ. ഓ കാർമേലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കോട വരുന്ന പ്രതീക്ഷിക്കുന്നു. പക്ഷേ കോടയൊക്കെ തോന്നിയ മാതിരി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് പണ്ടായിരുന്ന ഫാമിലിയൊക്കെ പോയി, അവരൊക്കെ താഴത്തോട്ട്. അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ചാടി. ഏതാ മൈൻഡ് അടിപൊളി. ഇതായിട്ടൊരു മഴ ചാറുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അബി സെറ്റപ്പ് ആവും. അടിപൊളിയാവും. സെറ്റപ്പ് ആവും എന്ന് പറഞ്ഞാൽ സൂപ്പറാവും. സൂപ്പർ. ഒരു ചെറിയ മഴ, നല്ല കോട. നമുക്ക് അടുത്ത അട്ടപ്പാടി പിടിച്ചാലോ? എന്നല്ല കവ പോവാ. ആ കാവല്ല, തെക്കേ മലമ്പുഴ പോവാ. അല്ല കവ അപ്പുറത്ത്, തെക്കേ മലമ്പുഴ അപ്പുറത്ത്. ഇപ്പോൾ കുറച്ച് ഫേമസ് ആയി നിൽക്കണ കാവല്ല, അപ്പോൾ കുറച്ച് ഫേമസ് തെക്കേ മലമ്പുഴയാണ്. ഇപ്പോൾ റീല് കണ്ടുകൊണ്ടിരിക്കുക, ഇപ്പോൾ കുറച്ചധികം റീല് കളിപ്പിക്കണ തെക്കേ മലമ്പുഴയാണ്. രണ്ടും അടുത്തടുത്ത്. മലമ്പുഴയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കവ, ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ തെക്കേ മലമ്പുഴ. രണ്ട് പോയാലും ഡാമിൻ്റെ ബാക്കാണ്. കൊള്ളാം. പക്ഷേ വന്നത് മൂഞ്ചിയെന്ന് തോന്നുന്നു. കാരണം വന്നപ്പോൾ നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. 5 മിനിറ്റോടെ എല്ലാം മാറി. ഇവിടെ വെയിൽ, മേഘങ്ങളും കോടയൊക്കെ ഇതാ അങ്ങോട്ട് പോകുന്നു. ആകെ മൊത്തം ബാഡായി. എന്നിട്ട് ഒരാളിരുന്ന് റീൽ കണ്ടുകൊണ്ടിരിക്കുക. എന്താ ചെയ്യുക, അല്ലാതെ വേറെ വഴിയില്ല. അതായത് വെയിൽ വന്നുകൊണ്ട് എന്തപ്പോൾ കാണാം. പിന്നെ കോടയാണെങ്കിൽ നല്ല നൈസ് ചെയ്ത് കണ്ടെങ്കിൽ നല്ല തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുക. തണുപ്പുണ്ട്, തണുപ്പില്ല എന്നല്ല, പക്ഷേ കോട വന്നു, അതാണ് ബാഡായത്. സുഹൃത്തുക്കളെ ഞങ്ങൾ കുറേ നേരമായി ഇവിടെ ഇരിക്കണു. ഇപ്പോൾ ഞങ്ങൾ കോട വരും എന്ന് വിചാരിച്ചിരിക്കാന്ന് പറഞ്ഞ് കുറേ നേരമായി. കോടയും വന്നില്ല, ഒന്നും വന്നില്ല. അതാ അങ്ങനെ ഇരിക്കുക ഒരാള് അവിടെ അങ്ങനെ ഇരിക്കുക, ഞാൻ ഇവിടെ അങ്ങനെ ഇരിക്കുക. കോട അതിലൂടെ പോവുക, അതിലൂടെ പോകുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ വരും ആന വരണമായി ഇപ്പം ഇറങ്ങി വരും. ഇപ്പം മഴ പെയ്യും തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മഴയും കൂടി ഞങ്ങൾ കാത്തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കോട എന്തായാലും ഇങ്ങോട്ട് കിട്ടാൻ വഴിയില്ല, ഒക്കെ പോവുക, ഒക്കെ അപ്പുറത്തോട്ട് പോവുക, അപ്പുറത്തെ പറമ്പിലോട്ട് പോവുക. അല്ലേ ബേ? അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോഴത്തേക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നോക്കി നോക്കാം, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഇരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെയായിട്ട് കോടയൊന്നും വന്നില്ല. ഒരാളവിടെ ഇരിക്കണു, ഞാൻ ഇവിടെ ഇരിക്കണു. ഡോറൊക്കെ തുറന്നിരിക്കുന്നു. നല്ല പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് അല്ലേ അബി? നല്ല കാറ്റ് വീശുന്നുണ്ട്. അബി ഇന്ന് ഇന്നലെയും വന്നാണ്, ഇന്നിനെ വെറുതെ വിളിച്ചോണ്ടെന്ന്. ഇന്ന് വേറൊരു രസം. എന്തായാലും ഇന്നലെ വേറൊരു രസം. ഇന്നലെ വന്നപ്പോൾ അബിക്ക് കോട കിട്ടി, പക്ഷെ ഇന്ന് വന്നപ്പോൾ അബിക്ക് കോട കിട്ടില്ല. അപ്പൊ രണ്ടും കാണാൻ പറ്റില്ല. ഇന്ന് വിളിച്ചുണ്ട്, നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് അബിക്ക് രണ്ടും കാണാൻ പറ്റി അല്ലേ? ഇരുട്ടും കാണാൻ പറ്റി, വെളിച്ചവും കാണാൻ പറ്റി. അതെ അല്ലേ ബി? അതെ. കോടയൊക്കെ ഇറങ്ങാൻ തുടങ്ങി. കുറേ നേരം അവിടെ നിൽക്കണു. ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരിക്കുന്നു. റെയിൻ കോട്ടൊക്കെ എടുത്തിട്ട് വന്നതാ, മഴ പെയ്യാണെങ്കിൽ അതിട്ടിട്ട് ഇരിക്കാനെന്നൊക്കെ വിചാരിച്ചിട്ട്. എവിടെ മഴ പിന്നെ പെയ്തുമില്ല, കോട പിന്നെ വന്നുമില്ല. ആ കയറി വന്നപ്പോൾ കുറച്ച് കോട വന്നു അല്ല അതല്ലേ ബിയെ? ആ കോട കിട്ടി, പിന്നെയുള്ള കോട ഒന്നും കിട്ടിയില്ല. ആ പക്ഷെ തണുപ്പുണ്ട് കേട്ടോ, തണുപ്പ് നല്ലോണം. തണുപ്പ് സൂപ്പർ. ഉസാർക്ക മുന്തിരിങ്ങ, മുസാർക്ക നാരങ്ങ. അപ്പൊ എല്ലാരും പാലക്കായത്തോട്ട് വരിക, എല്ലാരും പാലക്കായത്തോട്ട് വന്നിട്ട് എൻജോയ് ಮಾಡುക അല്ലേ? അതെ അതെ. ഞങ്ങൾക്ക് ഇതുവരെ നിന്നിട്ടും ഞങ്ങൾക്ക് കോട കിട്ടാത്തത് കൊണ്ടും നല്ല തണുപ്പ് കിട്ടിയോണ്ടും, നല്ല തണുപ്പല്ലേ ബി? നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.